ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിലൂടെ കടന്നു വന്ന് പരിശുദ്ധ കുർബാനയുടെ ആഴമായ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത്തിരി കൂടെ ആഴങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ സമൃദ്ധമായ അനുഗ്രഹവും കൃപകളും നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതകളാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചും രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചും ആഴമായി അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളും രക്ഷാകരമായ ചരിത്രത്തിലൂടെ നമ്മളെ വഴി നടത്തുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പരമമായ സത്യം. അപ്പം കുർബാനയുടെ പ്രാർത്ഥനകളും ബലിപീഠത്തിൽ നടക്കുന്ന കർമാനുഷ്ഠാനങ്ങളും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഓരോ രംഗങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാകത്തക്ക വിധത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ പ്രാർത്ഥനകളുടെ അർത്ഥമൊക്കെ ശരിക്കും മനസ്സിലാക്കി അതിനെ അനുഗമിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന നമുക്ക് ജീവിതത്തിൽ അനുഭവമായി മാറുന്നത്. പരിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം അറിഞ്ഞ് പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രംഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ സന്ദർഭത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന തിരിച്ചറിവോടെ കുർബാനയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ പരിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറും. അതുവഴി ബലി അർപ്പകനിൽ നിന്ന് ബലിവസ്തുവിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടും. കേവലം കാഴ്ചക്കാരായി നിൽക്കാനല്ല, ബലിയർപ്പകൻ്റെ തലത്തിൽ നിന്ന് ബലിവസ്തുവുമായി താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബലി ജീവിതത്തിൽ അനുഭവമായി മാറുന്നത്. യഥാർത്ഥ ബലി അർപ്പകരായി നമ്മൾ മാറുക. നമ്മുടെ ജീവിതം ബലി ജീവിതമായി മാറണമെങ്കിൽ ഈ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രാരംഭഗാനം രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ രക്ഷാകര ചരിത്രത്തിലൂടെയുള്ള ഈ തീർത്ഥാടനം ആദ്യം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൻ്റെ അരികിലാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസ്മരണം കഴിഞ്ഞ ഉടനെ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗവാസികളോടുകൂടെ ഭൂവാസികളായ പരിശുദ്ധ അമ്മയോടും മാർ യോസേപ്പ് പിതാവിനോടും ഇടയന്മാരോടും രാജാക്കന്മാരോടും ചേർന്ന് അത്യുന്നതനായ ദൈവത്തെ നമ്മൾ പാടി പുകഴ്ത്തുകയാണ് ആ പ്രാർത്ഥനയിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വർഗവാസികളും ഭൂവാസികളും ഒന്ന് ചേർന്ന് ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. സ്വർഗീയ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് ചൊല്ലുന്ന സമയത്ത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തും ആ കാലിത്തൊഴുത്തിൽ ഉണ്ണിയായി പിറന്നു കിടക്കുന്ന ദൈവപുത്രനെ നമ്മൾ മനസ്സിൽ കാണുകയും ആദരവോടെ നിൽക്കുന്ന ഇടയന്മാരോടും രാജാക്കന്മാരോടും പരിശുദ്ധ അമ്മയോടുമൊക്കെ ചേർന്ന് ഈ അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയും ചെയ്യുകയാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ. ഈ പ്രാർത്ഥനയിൽ അത് 3 തവണ ആവർത്തിക്കുന്നു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്.
പരിശുദ്ധ ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന 3 തവണ ആവർത്തിക്കുന്നത്. എന്തിനാണ് 3 തവണ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് ചൊല്ലുന്നത്? പരിശുദ്ധ ത്രിത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ വസിക്കുന്ന അത്യുന്നതനായ പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന അത്യുന്നതനായ പിതാവായ ദൈവമേ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സ്തുതികൾ ഉയർത്തുന്നു. മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. അത്യുന്നതനായ ദൈവപുത്ര അങ്ങേക്ക് സ്തുതി. അതാണ് രണ്ടാമത്തെ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയുടെ അർത്ഥം. അത്യുന്നതനായ ദൈവപുത്ര അങ്ങേക്ക് സ്തുതി. അത്യുന്നതനായ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്തുതി. അതാണ് മൂന്നാമത്തെ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥനയിലൂടെ സഭ അർത്ഥമാക്കുന്നത്, സഭാപിതാക്കന്മാർ അർത്ഥമാക്കുന്നത്. അപ്പം അങ്ങനെ ത്രിത്വൈക ദൈവത്തെ പാടിപ്പുകഴ്ത്തുമ്പോൾ ഓരോ തവണയും ആമേൻ എന്ന് നാം പ്രത്യുത്തരം കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്? പിതാവായ ദൈവത്തെ മാലാഖമാരോട് ചേർന്ന് ഞാനും ആമേൻ പറഞ്ഞുകൊണ്ട് ഈ സ്തുതിപ്പിൽ, ദൈവസ്തുതിയിൽ ത്രിത്വൈക ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നതിൽ ഞാൻ പങ്കാളിയാവുകയാണ്. കേവലം കാഴ്ചക്കാരായി നിൽക്കാനല്ല, പ്രത്യുത ആത്മാർത്ഥമായി സൃഷ്ടാവായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ആദ്യമായി ദൈവം നമുക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ? ഭൂമിയിൽ മനുഷ്യർക്ക്, ബാക്കി പറഞ്ഞേ, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി പറയുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ശാന്തിയും സമാധാനവും പ്രത്യാശയും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കുവാൻ, സൗജന്യമായി ദൈവം തരുന്ന ഈ സമാധാനത്തെ ഏറ്റെടുക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കണം. എങ്ങനെയാണ് ഒരുക്കേണ്ടത്? കൃപയാൻ സ്വീകരിക്കാൻ സ്തുതിയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളുന്ന ദൈവപുത്രനെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ കൃപകളാൽ നമ്മൾ നിറയുന്നു. ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നു. അതുകൊണ്ടാണ് മനുഷ്യാവതാരം വഴി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എമ്മാനുവലായ ദൈവപുത്രൻ നമുക്ക് ആദ്യമായി നൽകുന്നത് സന്തോഷവും സമാധാനവും പ്രത്യാശയുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആദ്യത്തെ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കുക. ഇത് ആർക്കാണ് ശ്രവിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയത്? ആർക്കാണ് ഈ മംഗളവാർത്ത, ഈ മംഗളകരമായ വാർത്ത, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന ഈ മംഗളവാർത്ത ആർക്കാണ് ആദ്യമേ ശ്രവിക്കാൻ കഴിഞ്ഞത്? അത് ആട്ടിടയന്മാർക്കാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് ഈ സമാധാനവും സന്തോഷവും അത്യുന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം നമുക്കായി നൽകുന്നത് ശ്രവിക്കുവാനുള്ള കാരണമുണ്ടായത്? അവർ അഗതികളായ വ്യക്തികളാണ്. അഗതി എന്ന വാക്ക് ഗതിയില്ലാത്തവൻ, ഗതിയില്ലാത്തവനാണ് ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അഗതി, ഗതിയില്ലാത്തവൻ. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ആദ്യമേ അവർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, അവർ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ ലോകത്ത് വേറൊന്നിലും ആശ്രയിക്കാൻ അവർക്കാവാത്ത വിധത്തിൽ അത്രയും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളിലേക്കാണ് ദൈവകൃപ ആദ്യമായി കടന്നു വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഗതിയില്ലാത്തവരിലേക്ക് ദൈവം തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. ഈ സന്തോഷവും സമാധാനവും പുൽക്കൂടിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നത് കേവലം ഒരു നിമിഷാർത്ഥത്തിലേക്ക് വേണ്ടിയുള്ളതല്ല. പ്രത്യുത അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതാണ്. ഈ സന്തോഷവും സമാധാനവും അതിനുവേണ്ടിയാണ് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവേദനങ്ങൾ വളരെ ശ്രദ്ധേയമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്ന് ഞാൻ സൂചിപ്പിക്കുക. 1 തെസ്സലോനിയർ 5:16 മുതലുള്ള വാക്യങ്ങളാണ്. ബൈബിൾ തുറന്നുകൊള്ളുക.
അവിടെ നമ്മൾ വായിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ബാക്കി പറഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിന് നന്ദി പറയുക. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. 1 തെസ്സലോനിയൻസ് 5:16 ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പിന്തുടരാവുന്ന ഏറ്റവും മികച്ച 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അപ്പം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാൻ വേണ്ടി പരിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കുക. അതേപോലെ തന്നെ നിരന്തരമായി പ്രാർത്ഥനയിൽ ദൈവബന്ധത്തിലായിരിക്കുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എപ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപയാണ്, ദൈവകൃപയാണ്. സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി 3 തലങ്ങളുണ്ട്. സുഖത്തിന് 3 തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് ഈ 3 തലങ്ങൾ? 1 ശരീരത്തിൻ്റെ സുഖമാണ്, 2 മനസ്സിൻ്റെ സന്തോഷമാണ്, 3 ആത്മാവിലുള്ള ആനന്ദമാണ്. ശരീരത്തിൻ്റെ സുഖവും മനസ്സിൻ്റെ സന്തോഷവും ആത്മാവിലുള്ള ആനന്ദവും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ശാശ്വതമായ സന്തോഷത്തിലും സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് ഈ 3 തലങ്ങളിലുള്ള സന്തോഷത്തെക്കുറിച്ചുകൂടെ നമ്മൾ ഇത്തിരി ആഴങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുക. അതിൽ ശരീരത്തിൻ്റെ സുഖമെന്ന് പറയുന്നത് സുഖത്തിൻ്റെ മേഖലയിലെ ഏറ്റവും താഴെയുള്ളതാണ്. അതിന് മുകളിലാണ് മനസ്സിൻ്റെ സന്തോഷം. അങ്ങനെ പറയാനുള്ള കാരണം, മനസ്സിൽ സന്തോഷമില്ലാത്ത ഒരാൾക്ക് ശരീരത്തിൻ്റെ സുഖം ആസ്വദിക്കാനാവില്ല. സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ മുൻപിൽ വിളമ്പി വെച്ചിരിക്കുന്നു, പക്ഷേ മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ അത് ആസ്വദിച്ച് ഭക്ഷിക്കാൻ നമുക്കാവില്ല. കാരണം മനസ്സിൻ്റെ സന്തോഷമാണ് ശരീരത്തിൻ്റെ സുഖത്തേക്കാൾ മുകളിലുള്ളത്. എപ്പോഴും മനസ്സിൽ സന്തോഷവും സമാധാനവും ആർക്കാണ് അനുഭവിക്കാൻ പറ്റുന്നത്? കർത്താവിൽ തൻ്റെ ആനന്ദം കണ്ടെത്തുന്നവർക്കാണ് മനസ്സിലെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയുക. മനസ്സിൽ സന്തോഷമുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ സുഖം പോലും ആസ്വദിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഒരു ആത്മീയ മനുഷ്യനാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത് എന്ന് മനസ്സിലാവും. കർത്താവിൽ ആനന്ദിക്കാൻ പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കാൻ പരിശുദ്ധ ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ, അത് മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ്, ബാക്കി പറഞ്ഞേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മയുടെ ആനന്ദം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? അവൾ കർത്താവിൽ തൻ്റെ ആനന്ദം കണ്ടെത്തി. ദൈവത്തിൽ തൻ്റെ ആനന്ദം കണ്ടെത്തുന്നവരുടെ ആനന്ദം നിത്യമായ ആനന്ദമാണ്. ഈ ലോകത്തിലുള്ള ഒന്നിനും ഈ ആനന്ദത്തെ നശിപ്പിക്കാനാവില്ല. ദൈവത്തിൽ തൻ്റെ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയും. പ്രശ്നങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം വരുമ്പോഴും അതിൻ്റെ നടുവിലും ആത്മാവിൽ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് ദൈവത്തിൽ തൻ്റെ ആനന്ദം കണ്ടെത്താൻ പരിശീലിപ്പിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ആ അനുഭവത്തിലൂടെ കടന്നുപോയ അമ്മ പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവളുടെ മേന്മ കൊണ്ടല്ല, മഹത്വം കൊണ്ടല്ല, നന്മയുടെ നിറകുടമായതുകൊണ്ടുമല്ല, കർത്താവ് അവൾ ഈ ദാസിയിൽ കടാക്ഷിച്ചു. അതൊരു ദൈവകൃപയാണ്. അതുകൊണ്ടാണ് അവൾ ധൈര്യപൂർവ്വം പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത് ഈ ആനന്ദത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരാൾക്കാണ്.
പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ ഇതിന് പ്രയാസമുണ്ടെങ്കിലും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമല്ല. ശ്രമിച്ചാൽ എത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, മരണത്തിൻ്റെ മുൻപിലും നിർഭയരായി ദൈവകീർത്തനം ആലപിച്ചുകൊണ്ടിരുന്ന ധീരരായ രക്തസാക്ഷികൾ, വിശുദ്ധരായ രക്തസാക്ഷികൾ അനേകർ പരിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ നിന്നതിൻ്റെ കാരണം, അവർ ഈ ലോകത്തിന് അതീതമായ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടതുകൊണ്ടാണ്. എസ്തഫാനോസിൻ്റെയൊക്കെ ജീവിതം അറിയാം. കല്ലെറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവന് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തെയാണ് കാണുക. അപ്പോൾ ചുറ്റുമുള്ള ആളുകളിലേക്കല്ല, ചുറ്റുമുള്ള വ്യക്തികളുടെ, കല്ലെറിയാൻ കാത്തു നിൽക്കുന്നവരുടെ കയ്യിലെ കല്ലിലേക്കല്ല, അവന് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിഞ്ഞപ്പോഴാണ് ശാന്തമായി അവന് ഈ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധിച്ചത്. കയ്യിലിരിക്കുന്ന കല്ലിലേക്ക് നോക്കി നിന്നാൽ അത് ഭയാനകമായിരിക്കും. കല്ലെറിയാൻ നോക്കി നിൽക്കുന്ന ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഈ സ്വർഗീയമായ ആനന്ദം, നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ ആനന്ദത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒന്നിനും എന്നെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയാനാവില്ല എന്ന പൗലോസ്ലീഹായുടെ വാക്യം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിലാണ്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കേണ്ടതാണ്. റോമാലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യം. അതിലിപ്രകാരമാണ് നമ്മൾ കാണുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? എന്നിട്ട് ചോദിക്കുകയാണ്, ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ തുടങ്ങി കുറേ മാനുഷികമായ പ്രതിസന്ധികൾ ഉയർത്തുന്ന കാര്യങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുമോ എന്ന് പൗലോസ്ലീഹ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇത്തിരി ആഴങ്ങളിലേക്ക് വരിക. ഏതെങ്കിലും ഒരു ക്ലേശത്തിന്, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലേശത്തിന് എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാനുള്ള ശക്തിയുണ്ടോ? പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അത്തരം അനുഭവങ്ങളൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല എന്നതാണ് പൗലോസ്ലീഹായുടെ ജീവിത ദർശനമായി നമ്മൾ കാണുക. ഇതിലൊന്നും അങ്ങനെ ദൈവത്തിൽ നിന്ന് മാറ്റാനുള്ള കഴിവില്ല. ക്ലേശം എന്ന് പറയുമ്പോൾ ശാരീരികമായ ക്ലേശങ്ങളുണ്ട്, മാനസികമായ ക്ലേശങ്ങളുണ്ട്, ആത്മീയമായ ക്ലേശങ്ങളുണ്ട്. ഇതിനൊന്നും എന്നെ ദൈവത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. അനുദിന ജീവിതത്തിലെ ദുരിതങ്ങൾക്കൊന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കഴിവുള്ളതല്ല. ദുരിതങ്ങളുടെ നടുവിൽ വരുമ്പോൾ ദൈവം പോലും ഇട്ടേച്ചു പോയി എന്നല്ല, ഉപേക്ഷിച്ചു എന്നല്ല. ദൈവത്തിൽ നിന്ന് ഈ ക്ലേശത്തിനോ ദുരിതത്തിനോ എന്നെ വേർപെടുത്താൻ ആവാത്ത വിധം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് എന്നെ കാത്തു സൂക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദുരിതത്തിന് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനാവില്ല. പീഡനങ്ങൾക്ക് നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല. പട്ടിണിക്ക് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല. നഗ്നതയ്ക്ക്, അപമാനത്തിന് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല. ആപത്തുകൾക്ക് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല. വാൾത്തലയ്ക്ക് പോലും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനാവില്ല. എത്ര ശക്തമായ ഭാഷയിലാണ് പൗലോസ്ലീഹ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, 36-ാം വാക്യം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിന് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല, ജീവന് ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല, ദൂതന്മാർക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാനാവില്ല, അധികാരങ്ങൾക്ക് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാനാവില്ല.
ഇക്കാലത്തുള്ള ശക്തികൾക്കോ വരുവാനിരിക്കുന്ന കാലത്തെ ശക്തികൾക്കോ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാനാവില്ല എന്നത് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ദൈവം തരുന്ന ദാനമായ സന്തോഷവും സമാധാനവും ശാശ്വതമായി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകലാനല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ ചൂട് സ്വീകരിക്കുവാനും ഒട്ടി നിൽക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദുരിതത്തിൻ്റെ നിമിഷത്തിൽ ഓടി അകലാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ ചെന്നുപെടുക. ദുരിതത്തിൻ്റെ നടുവിൽ ദൈവത്തെ അള്ളിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ടാണ് ഉയരത്തിനോ ആഴത്തിനോ എന്തെങ്കിലും ശക്തിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 39-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ഇനി വളരെ പ്രധാനമായി ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് സമൃദ്ധിയുടെ നാളുകളേക്കാൾ വറുതിയുടെ നാളുകളാണ് മനുഷ്യനെ കൂടുതൽ ദൈവസ്നേഹാനുഭവത്തിലേക്ക് നയിക്കുന്നത്. ഞാനീ പറയുന്നത് ധ്യാനമന്ദിരത്തിൽ കുറേ ഏറെക്കാലം ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സമൃദ്ധിയുടെ നാളുകളിൽ ഒരാൾ വന്നിട്ടില്ല, ദൈവത്തെ അന്വേഷിച്ച് വന്നിട്ടില്ല. തകർച്ചയുടെ നാളുകളിൽ ആശ്വാസത്തിന് വേണ്ടി ആദ്യം ഓടിയെത്തുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമൃദ്ധിയുടെ നാളുകളേക്കാൾ വറുതിയുടെ നാളുകളാണ് മനുഷ്യനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. തകർച്ചകളും രോഗങ്ങളും കടബാധ്യതകളും ഒറ്റപ്പെടലുകളും അപമാനങ്ങളും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന അവസരങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുമായി തകർച്ചയുടെ നടുവിൽ ആളുകൾ ഓടി വരുന്നത്. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ആവില്ല എന്ന തിരിച്ചറിവ് നമ്മളെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി വർഷിക്കപ്പെട്ടപ്പോൾ അത് സ്വീകരിച്ച് കടന്നുപോയവർ ആ അനുഗ്രഹത്തിന് പകരമായി ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും ദൈവത്തിലേക്ക് വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട ഒരു കഥയുണ്ട്. അത് ഒരു വലിയ ബോംബെ പോലെയുള്ള ഒരു വലിയ പട്ടണത്തിൽ ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് താഴെയുള്ള ആളോട് ഒരു സന്ദേശം വളരെ അടിയന്തരമായി പറയാനുണ്ട്. മൊബൈലുകളൊന്നും ഇല്ലാതിരുന്ന നാളുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ പണി നടക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള നിലയിലുള്ള ടെറസിലുള്ള ഒരാൾക്ക് താഴെ കൂടെ കടന്നു പോകുന്ന ആളോട് ഒരു സന്ദേശം വളരെ അടിയന്തരമായി പറയണം. അയാൾ താഴെ കൂടെ പോകുന്നവൻ മുകളിലേക്ക് നോക്കിയാലേ അവരോട് ഈ ആംഗ്യം കാണിച്ച് ഈ സന്ദേശം കൈമാറാൻ കഴിയും. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ മുകളിലേക്ക് എത്താൻ വേണ്ടി അയാൾ ആലോചിച്ചു എന്താണ് ചെയ്യുക. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാളുടെ പോക്കറ്റിൽ കുറച്ച് നാണയത്തുട്ടുകളുണ്ട്. ഈ നാണയത്തുട്ടുകളിൽ ഒരെണ്ണമെടുത്ത് താഴെ കൂടെ പോകുന്ന ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് കൃത്യമായി അയാൾ ഇട്ടു. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആ നാണയം ഒരാളുടെ ദേഹത്ത് വീണു. അതിങ്ങനെ ഉരുണ്ട് വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് മാത്രം നോക്കി അയാൾ അതെടുത്ത് പോക്കറ്റിലിട്ട് മുന്നോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ വേറൊരാൾ വരുന്നത് കണ്ടു. അയാളുടെ തലയിലേക്കും അയാളുടെ ദേഹത്തേക്ക് ഇതേപോലെ വേറൊരു നാണയത്തൊട്ടിട്ടു. അയാളും അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോയതല്ലാതെ മുകളിലേക്ക് നോക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഏതായാലും ഇത് അടിയന്തരമായി ഇത് പറയേണ്ട കാര്യമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മണിക്കല്ലെടുത്ത് താഴെ നിൽക്കുന്ന ആളുടെ ദേഹത്തേക്ക് ഇട്ടു. ഈ കല്ല് വന്ന് വീണപ്പോൾ ആരാണ് എന്നെ എറിഞ്ഞത് എന്ന് നോക്കാൻ അയാൾ മുകളിലേക്ക് നോക്കി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അയാൾ ആംഗ്യം കാണിച്ച് ആശയം കൈമാറി. എത്ര നാണയത്തുട്ടുകൾ നമ്മുടെ തലയിൽ വന്ന് വീണാലും ഇത് തന്നവനിലേക്ക് നോക്കാൻ മടിച്ചു നിൽക്കുന്നവൻ ഒരു ചെറിയ കല്ല് വന്ന് വീണാൽ ആരാണ് എറിഞ്ഞത് എന്നറിയാൻ മുകളിലേക്ക് നോക്കും. ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളാണ് ഒരുപക്ഷെ സന്തോഷ അനുഭവങ്ങളെക്കാൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്ന പരമാർത്ഥം ഞാൻ തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് ഇന്ന് വരെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പരാധീനതകൾ, അതുപോലെ കടബാധ്യതകൾ, ഇതൊന്നും ദൈവത്തിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ
കാര്യങ്ങളല്ല, നമ്മളെ അകറ്റാനുള്ള ശക്തി അതിന് ഇല്ലതാനും. മാത്രമല്ല അതിന് ദൈവത്തിൻ്റെ പക്കലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഉള്ള ഒരവസരം എനിക്ക് തന്നു. ഇതാണ് ഒരു ആത്മീയ മനുഷ്യനുണ്ടാവേണ്ട കാഴ്ചപ്പാട്. തകർച്ചയിൽ എന്താണ് വേണ്ടത്? എൻ്റെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരം എനിക്ക് തന്നതാണ് ഇത്. ഈ കടബാധ്യത ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ വരണമെന്നില്ല. രോഗത്തിൻ്റെ അവസ്ഥകളില്ലായിരുന്നെങ്കിൽ, തകർച്ചയുടെ അനുഭവങ്ങളില്ലായിരുന്നുവെങ്കിൽ, കുടുംബത്തിൽ വേദനകളുടെ അനുഭവങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിവിടെ വരണമെന്നില്ല. പക്ഷേ അത്തരം അനുഭവങ്ങൾ എൻ്റെ ദൈവത്തിലേക്ക് വരാൻ, ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഇത് മാത്രമാണ് മാർഗമായിട്ടുള്ളത്. ദൈവത്തിലേക്ക് വരിക. ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം, ആ കാഴ്ചപ്പാട് എന്ന് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു, അവിടെ വെച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് ചെല്ലുന്നതിന് വളരെ കൃത്യമായി ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞ് ഞാൻ ആമേൻ പറയാൻ തുടങ്ങും. അപ്പോഴാണ് പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക. ഓരോ പ്രാർത്ഥനകൾക്കും ഉത്തരം ചൊല്ലിക്കൊണ്ട്, ഓരോ പ്രാർത്ഥനയിലും സജീവമായി പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ, യഥാർത്ഥ ബലിയർപ്പകരായി മാറാൻ, ബലിയർപ്പകനിൽ നിന്ന് ബലിവസ്തുവിലേക്ക് രൂപാന്തരപ്പെടാൻ, അപ്പോൾ ബലിയും ബലിജീവിതവും ഒന്നായി മാറും. ഇതാണ് ഞാനിന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ടാണ് ഒന്നാമതായി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുമ്പോഴാണ് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക. അത് കർത്താവിലുള്ള ആനന്ദമാണ്. ഈ കർത്താവിലുള്ള ആനന്ദം ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് എന്ന് തിരിച്ചറിയുക. ഈ ഇപ്രകാരം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവബന്ധത്തിൽ നിലനിൽക്കുക. അതുകൊണ്ടാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സങ്കടത്തിൻ്റെ സമയത്ത് മാത്രമല്ല, സന്തോഷത്തിൻ്റെ സമയത്തും ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. ദൈവവുമായുള്ള ആത്മീയ ബന്ധം എപ്പോഴും നിലനിർത്തുക. ഇത് മനസ്സിന് നൽകുന്ന ആശ്വാസവും ധൈര്യവും വളരെ വലുതാണ്. ദൈവബന്ധത്തിലായിരിക്കുമ്പോഴാണ് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. എന്നാൽ ഈ ബാക്കി ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും എനിക്ക് ആശ്രയിക്കാനൊരു ദൈവമുണ്ട്, എനിക്ക് വിളിച്ചപേക്ഷിക്കാനൊരു ദൈവമുണ്ട്. കരം കുറുകിപ്പോയിട്ടില്ലാത്ത ഒരു ദൈവം, കാതു കേൾക്കാത്ത വിധത്തിൽ മാന്ദ്യം സംഭവിച്ചൊരു ദൈവം അല്ല, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ബലം. അതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ തകരാതിരിക്കാൻ എൻ്റെ ദൈവവുമായുള്ള ബന്ധമാണ് എനിക്ക് ശക്തിയും ബലവും നൽകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രത്യാശയുള്ളവരായി നമ്മൾ മാറും. സന്തോഷവും സമാധാനവും പ്രത്യാശയും ഇത് കാലിത്തൊഴുത്തിൽ വെച്ച് ദൈവം നമുക്ക് നൽകുന്നതാണ്. പ്രത്യാശയുള്ളവരായിരിക്കുക. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ ഇന്ന് ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. എന്നാലും പ്രത്യാശ കൈവിടിയാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. മൂന്നാമതായി എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. ഈ നന്ദി പറയേണ്ടത് ആരോടൊക്കെയാണ്? ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. ഈ ജീവൻ തന്ന ദൈവത്തോട്, ഇതുവരെ കാത്തുപരിപാലിച്ച ദൈവത്തോട്. നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് കിട്ടിയില്ലെങ്കിലും ദൈവം തന്നതെല്ലാം ഞാൻ അർഹിക്കുന്നതിലും അധികമായിരുന്നു എന്ന മനസ്സോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയില്ല എന്ന് വരുമ്പോഴേക്കും ദൈവത്തെ തള്ളിപ്പറയുകയല്ല. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ അർഹിക്കുന്നതിലും അധികമായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ എല്ലാറ്റിനെയും ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറയാൻ പഠിക്കും. എല്ലാറ്റിനെയും ഓർത്ത് ദൈവമേ നന്ദി. അപ്പം അതുകൊണ്ടാണ് ദൈവത്തോട് നന്ദി പറയണം. നമ്മളെ സഹായിച്ച, ദൈവം ഏൽപ്പിച്ച് കൊടുത്ത് നമ്മളെ സഹായിപ്പിച്ച മനുഷ്യരോട് നന്ദിയുള്ളവരാകണം.
ഈ വാസസ്ഥലമായ പ്രപഞ്ചത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. എനിക്ക് ലഭിച്ച എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. എല്ലാവരോടും നന്ദിയുള്ളവരാവുക. ഭാരതീയ ദർശനത്തിൽ ഋണബോധമുള്ളവരാകുക എന്നൊരു വാക്കുണ്ട്. കടബോധ്യമുള്ളവർ, ഋണബോധ്യമുള്ളവരാവുക എന്ന് പറഞ്ഞാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രമാത്രം അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് നമ്മൾ. എല്ലാവരോടും നന്ദി, എല്ലാവരോടും കടപ്പാടുള്ളവരാണ് നമ്മൾ. കടപ്പാട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊടുത്തു തീർക്കണം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയുക എന്ന് പറയുക. ജീവിതത്തിലെ നന്മകൾക്കും നമ്മെ ശക്തരാക്കിയ പ്രതിസന്ധികൾക്കും ദൈവമേ നന്ദി. ഓരോ പ്രതിസന്ധി നമ്മളെ കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി ദൈവം തന്നതാണ് ഈ പ്രതിസന്ധി എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ജീവിതത്തിലെ നന്മകളെ ഓർത്ത് നന്ദി പറയണം. നമ്മളെ ശക്തരാക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ആത്മാർത്ഥമായി നന്ദി പറയണം. നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കുവാനും നമ്മെ സഹായിക്കുവാനുമാണ് മാലാഖമാരോടുള്ള ഒപ്പമുള്ള ഈ കുർബാനയിലെ ദൈവ കീർത്തനങ്ങൾ നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ പ്രാർത്ഥന എന്തുമാത്രം കൃപകളാണ്, സന്തോഷവും സമാധാനവുമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ നോക്കുക. ആത്മാവിൽ ആനന്ദിച്ച് സ്വർഗവാസികളായ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അത്യുന്നതങ്ങളിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ പരിപൂർണമായി നമുക്ക് പങ്കുചേരാം. അതുവഴി നിത്യനായ ദൈവം നൽകുന്ന എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും പ്രത്യുത്തരമായി ദൈവത്തിന് അനസ്യൂതമായ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം. നശ്വരമായ ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന ഒരു വിശ്വാസിയുടെ ദൈവകീർത്തനം അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മുടെ ബലവും ശക്തിയുമാണ് ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളും ഓരോ കർമാനുഷ്ഠാനങ്ങളും എന്തിനെയാണ് നമുക്ക് നൽകുന്നത് എന്ന തിരിച്ചറിവോടെ, ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശ്വാസത്തോടെ, അനുരഞ്ജിതമായ മനസ്സോടെ, ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധമായി ബലിയർപ്പിക്കുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും ഇവയെല്ലാം എൻ്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവം തന്ന സാഹചര്യമാണെന്ന് ഓർത്തുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ കണ്ണുനീരിനെയും നമ്മുടെ വിയർപ്പുകളെയും നമ്മുടെ മാനസികമായ ക്ലേശങ്ങളെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി നമുക്ക് ഒന്നു ചേർന്ന് അർപ്പിക്കാം.